ഹലോ ഓൾ, വെൽക്കം ടു ലിറ്ററേച്ചർ വേൾഡ്. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ആർതർ മില്ലർ എഴുതിയിട്ടുള്ള ഓൾ മൈ സൺസ് എന്ന പ്ലേനെ കുറിച്ചാണ്. ഇതൊരു ട്രാജിക് പ്ലേ ആണ്. സെക്കൻഡ് വേൾഡ് വാർ കഴിഞ്ഞ ഉടനെയാണ് ഈ ഒരു പ്ലേ എഴുതിയിട്ടുള്ളത്. ഇതിൻ്റെ സെറ്റിംഗ് വരുന്നത് 3 ആക്ട് പ്ലേ ആണ്. 1947 പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. അമേരിക്കയിലാണ് ലൊക്കേഷൻ വരുന്നത്. ഡ്രാമയിൽ റിയലിസം നിലനിന്നിരുന്ന കാലത്താണ് ആർതർ മില്ലർ ഈ ഒരു പ്ലേ എഴുതുന്നത്. ട്രൂ സ്റ്റോറി ബേസ്ഡ് ആണ്. ഇനി ആർതർ മില്ലറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 20th സെഞ്ച്വറിയിൽ നിലനിന്നിരുന്ന ഹൈലി ഇൻഫ്ലുവൻഷ്യൽ അമേരിക്കൻ പ്ലേ റൈറ്റും എസ്സേയിസ്റ്റും സ്ക്രീൻ റൈറ്ററുമാണ്. ഇദ്ദേഹത്തിൻ്റെ മെയിൻ വർക്ക്സ് വരുന്നത് ഡെത്ത് ഓഫ് സെയിൽസ്മാനും ദ ക്രൂഷ്യബിളും ഓൾ മൈ സൺസും എ വ്യൂ ഫ്രം ദ ബ്രിഡ്ജുമാണ്. ഇതിൽ ഡെത്ത് ഓഫ് സെയിൽസ്മാനെ അമേരിക്കൻ തിയേറ്ററിൻ്റെ മാസ്റ്റർ പീസ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഇനി നമുക്ക് ക്യാരക്ടേഴ്സിനെ നോക്കാം. മെയിൻ ക്യാരക്ടർ വരുന്നത് ജോ കെല്ലറാണ്. പിന്നെ ജോ കെല്ലറിൻ്റെ വൈഫായിട്ടുള്ള കേറ്റ് കെല്ലറും മക്കളായിട്ടുള്ള ക്രിസും ലാരിയും. പിന്നെ വരുന്നത് ജോ കെല്ലറിൻ്റെ പാർട്ട്ണറായിട്ടുള്ള സ്റ്റീവ് ഡിവറിൻ്റെ മക്കളായിട്ടുള്ള ആൻ ഡിവറും ജോർജുമാണ്. പ്ലേ തുടങ്ങുമ്പോൾ ഏകദേശം 60 വയസ്സുള്ള ജോ കെല്ലറിനെയാണ് കാണിക്കുന്നത്. ഇദ്ദേഹം ഒരു പത്രം വായിച്ചിരിക്കുകയാണ്. പിന്നാലെ തന്നെ വൈഫായിട്ടുള്ള കേറ്റിനെയും കാണിക്കുന്നുണ്ട്. ഇവരുടെ മക്കളായിട്ടുള്ള ക്രിസും ലാരിയും ആർമി ഓഫീസേഴ്സാണ്. ഇവർ സെക്കൻഡ് വേൾഡ് വാറിൽ ഫൈറ്റ് ചെയ്യാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. ഇതിൽ ക്രിസ് മാത്രമാണ് തിരിച്ചു വന്നിട്ടുള്ളത്. ലാരി ഇതുവരെ തിരിച്ചു വന്നിട്ടില്ല. ഇപ്പോൾ പ്രസൻ്റ്ലി ഈ പ്ലേ നടക്കുമ്പോൾ വേൾഡ് വാർ കഴിഞ്ഞിട്ട് 3 വർഷമായിട്ടുണ്ട്. ലാരി തിരിച്ചു വരും എന്നുള്ള പ്രതീക്ഷയിലാണ് മദറായിട്ടുള്ള കേറ്റ് കെല്ലർ ഇരിക്കുന്നത്. പിന്നെ കാണിക്കുന്നത് ആനാണ്. ആൻ നമ്മുടെ ലാരീൻ്റെ ഫിയാൻസിയാണ്. ആനും ലാരിയും തമ്മിലുള്ള വിവാഹം ഉറപ്പിച്ച് വെച്ചിരിക്കുകയായിരുന്നു. പക്ഷേ 3 വർഷമായിട്ടും ലാരി തിരിച്ചു വരാത്ത കാരണം ക്രിസും ആനുമായിട്ടൊരു ലവ് മേക്കിംഗ് ഉണ്ടാകുന്നുണ്ട്. അവർ തമ്മിലൊരു അടുപ്പം ഉണ്ടാകുന്നുണ്ട്. അങ്ങനെ ക്രിസ് ഒരു ലെറ്റർ എഴുതി ആനിനെ വീട്ടിലേക്ക് വിളിക്കുകയാണ്. നെക്സ്റ്റ് ആക്റ്റിൽ വരുന്നത് ആന് ജോ കെല്ലറിൻ്റെ വീട്ടിലേക്ക് വരുന്നതും ഈ ഒരു വിവാഹബന്ധം അവിടെ പറയുന്നതുമാണ്. പക്ഷേ നമ്മുടെ കേറ്റ് കെല്ലർ ഇത് സമ്മതിച്ചിട്ടുണ്ടായിരുന്നില്ല. ലാരിയുടെ പെണ്ണാണ്, ലാരി തിരിച്ചു വരും എന്നുള്ള പ്രതീക്ഷയിലാണ് കേറ്റ് കെല്ലർ ഉണ്ടായിട്ടുള്ളത്. പിന്നീട് വരുന്നത് ആനിൻ്റെ ബ്രദറായിട്ടുള്ള ജോർജിൻ്റെ ഒരു കോളറാണ്. ജോർജ് ഒരു ലോയറാണിപ്പോൾ. ജോർജിൻ്റെ അച്ഛനായിട്ടുള്ള സ്റ്റീവ് ഡിവർ ഇപ്പോൾ ജയിലിലാണുള്ളത്. ജയിലിലുള്ള അച്ഛനെ കാണാൻ വേണ്ടി ജോർജ് പോയിട്ടുണ്ട്. അച്ഛനുമായിട്ട് സംസാരിച്ചതിന് ശേഷം ജോർജിന് വല്ലാതെ ദേഷ്യം വരികയും നമ്മുടെ ആനിനെ വിളിച്ചിട്ട് ഇവരുമായിട്ടുള്ള വിവാഹബന്ധമോ ഈ കുടുംബമായിട്ടൊരു ബന്ധം വേണ്ടെന്ന് പറയുകയും ക്രിസിനോടും ഇതേപോലെ ദേഷ്യപ്പെടുകയും ചെയ്യുന്നുണ്ട്. പെട്ടെന്ന് തന്നെ ആനിൻ്റെ അടുത്തേക്ക് വരുമെന്ന് പറഞ്ഞ് ജോർജ് വരുന്നുണ്ട്. അങ്ങനെ ജോർജ് ജോ കെല്ലറിൻ്റെ വീട്ടിലെത്തിയതിന് ശേഷം ജോർജ് ജോ കെല്ലറിനോട് ചോദിക്കുകയാണ് തൻ്റെ അച്ഛനായിട്ടുള്ള സ്റ്റീവ് ഡിവർ ജയിലിലാകാൻ കാരണം ജോ കെല്ലറാണെന്ന് പറയാണ്. ഈ ജോ കെല്ലറും സ്റ്റീവ് ഡിവറും പാർട്ട്നേഴ്സായിരുന്നു. ഇവർ വിമാനത്തിൻ്റെ പാർട്സൊക്കെ ഉണ്ടാക്കുന്ന ഒരു കമ്പനിയായിരുന്നു ഇവർക്കുണ്ടായിരുന്നത്. ഇതിൽ വേൾഡ് വാറിൻ്റെ സമയത്ത് സ്റ്റീവ് ഡിവർ മാത്രം കമ്പനിയിൽ ഉണ്ടാകുന്ന സമയത്ത് ഇവർക്കൊരു ഓർഡർ വരികയാണ് വിമാനത്തിൻ്റെ പാർട്സിന് വേണ്ടിയിട്ട്. ഈ സമയത്ത് തന്നെ സ്റ്റീവ് ഡിവർ നമ്മുടെ ജോ കെല്ലറിനെ കോൾ ചെയ്തിട്ട് ചോദിക്കുന്നുണ്ട്, ഇവിടെയുള്ള പാർട്സൊക്കെ ഡിഫക്റ്റീവ് പാർട്സാണ്, ഡാമേജ്ഡ് പാർട്സാണ്, ഇത് കൊടുക്കാൻ പറ്റില്ലല്ലോ എന്ന് പറയുന്നുണ്ട്. പക്ഷേ ജോ കെല്ലർ പറയുന്നത് നീ ധൈര്യമായിട്ട് കൊടുത്തോ, റിപ്പയർ ചെയ്തോ, ഡാമേജ് ഉള്ളത് കാര്യങ്ങളൊക്കെ റിപ്പയർ ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറയുന്നു. അങ്ങനെ ജോ കെല്ലറിൻ്റെ വാക്ക് കേട്ടിട്ട് സ്റ്റീവ് ഡിവർ ഇത് കൊടുക്കുന്നുണ്ട്. അൺഫോർച്ചുനേറ്റ്ലി എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഈ വിമാനങ്ങൾ ഇവർ പാർട്സ് കൊടുത്ത വിമാനങ്ങൾ അപകടത്തിൽ പെടുകയും 21 പൈലറ്റ്സ് മരിക്കുകയാണ് ചെയ്യുന്നത്. പിന്നീട് ഒരു അന്വേഷണം വന്നപ്പോൾ ഇതെല്ലാം കുറ്റങ്ങളെല്ലാം സ്റ്റീവ് ഡിവറിൻ്റെ തലയിലിട്ടിട്ട് നമ്മുടെ ജോ കെല്ലർ ഒഴിഞ്ഞു മാറുകയാണ് ചെയ്തത്. ഈ കാര്യങ്ങളൊക്കെ ഫാമിലി മെമ്പേഴ്സിൻ്റെ മുന്നിൽ വെച്ചിട്ടാണ് നമ്മുടെ ജോർജ് ജോ കെല്ലറിനോട് ചോദിക്കുന്നത്. ആദ്യമൊന്നും വഴങ്ങിയില്ലെങ്കിലും പിന്നീട് ജോ കെല്ലർ ഇതെല്ലാം സമ്മതിച്ചു. എന്നിട്ട് പറഞ്ഞു ഞാൻ ഇതൊന്നും എനിക്ക് വേണ്ടി ചെയ്തതല്ല, എൻ്റെ ഫാമിലിക്ക് വേണ്ടിയാണ് ഇതൊക്കെ ചെയ്തതെന്ന്. പക്ഷേ ഇതൊന്നും ക്രിസ് അംഗീകരിച്ചു കൊടുത്തില്ല. ക്രിസിൻ്റെ റോൾ മോഡലായിരുന്നു നമ്മുടെ ജോ കെല്ലർ. ക്രിസ് റോൾ മോഡലായിട്ട് കണ്ടിരുന്ന ആളായിരുന്നു ഫാദറിൻ്റെ ഈ ഒരു പ്രവൃത്തി ക്രിസിന് തീരെ ദഹിച്ചില്ല. ഇതൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ജോ കെല്ലർ മുറിയിലേക്ക് കയറിപ്പോയി. അപ്പോൾ കേറ്റ് കെല്ലർ ക്രിസിൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു അച്ഛന് പ്രായമായി വരികയാണ്, 60 വയസ്സിന് മേലെയായി, ഇപ്പോൾ ജയിലിലേക്കൊന്നും പറഞ്ഞേക്കാൻ കഴിയില്ല. അപ്പം നമ്മുടെ ക്രിസ് പറഞ്ഞു അച്ഛനിപ്പം കാര്യങ്ങളൊക്കെ ബോധ്യപ്പെട്ടിട്ടുണ്ട്, ഇനിയൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന് പറയുകയാണ്. ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആൻ അങ്ങോട്ട് വരുന്നുണ്ട്. ആൻ വന്നിട്ട് പറഞ്ഞു കേറ്റ് കെല്ലറിനോട് പറഞ്ഞു ഇനിയെങ്കിലും ഞങ്ങളുടെ വിവാഹം നടത്തി തന്നൂടെ എന്ന് പറഞ്ഞു. അപ്പോഴും കേറ്റ് കെല്ലർ പറയുന്നത് ലാരി തിരിച്ചു വരും എന്നാണ്. അപ്പോൾ ആൻ ഒരു ലെറ്റർ കാണിച്ചിട്ട് പറഞ്ഞു ഇതെനിക്ക് ലാരി അയച്ചിട്ടുള്ളതാണ്, ലാരി ഇനി തിരിച്ചു വരില്ല എന്ന്. ഇത് ക്രിസ് വാങ്ങി വായിക്കുകയാണ് ഉണ്ടായത്. ആ ലെറ്ററിൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലാരി മരിക്കുന്നത് അച്ഛൻ്റെ ഈ ഒരു പ്രവൃത്തി അറിഞ്ഞിട്ട് സൂയിസൈഡ് ആയിരുന്നു. അറിഞ്ഞുകൊണ്ടാണ് പൈലറ്റിൽ കയറിയും 21 പൈലറ്റ്സിൻ്റെ കൂടെ മരിക്കുകയും ചെയ്തത്. അച്ഛൻ ചെയ്തൊരു തെറ്റിന് ലാരി ബലിയാടാവുകയാണ് ചെയ്തത്. അതാണ് അതിൽ എഴുതിയിട്ടുണ്ടായിരുന്നത്. അച്ഛനാണ് ഈ ഒരു ഡാമേജ് പാർട്സ് കൊടുത്തു വിട്ടതിൻ്റെ പിന്നിലെന്ന് ലാരിക്കും അറിയാമായിരുന്നു. ഈ ഒരു കാര്യം കൂടി കേട്ടപ്പം ജോ കെല്ലർ നന്നായിട്ട് തളർന്നു പോയായിരുന്നു. പിന്നീട് സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ അയാളുടെ സ്വന്തം പിസ്റ്റൾ ഉപയോഗിച്ച് ജോ കെല്ലർ തൻ്റെ തലയ്ക്ക് ഷൂട്ട് ചെയ്തിട്ട് സൂയിസൈഡാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതാണ് ഇതിൻ്റെ എൻഡിങ്ങിൽ വരുന്നത്. ജോ കെല്ലർ മരിക്കുകയാണ്.
ഈ ഒരു കാര്യം കണ്ടപ്പോൾ ക്രിസും ആനിനെ ഒഴിവാക്കി ഇറങ്ങി പോകുന്ന ഒരു സീനൊക്കെയാണ് ലാസ്റ്റ് വരുന്നത്. ഇതിൻ്റെ എൻ്റെ ഒരു ട്രാജിക് എൻഡാണ്, ട്രാജഡിയാണ്. ഇതിൽ ലാരിൻ്റെ ലെറ്ററിൽ വരുന്നുണ്ട് 21 പൈലറ്റ്സും മക്കളെ പോലെയാണ്. കേറ്റ് കെല്ലറിൻ്റെ ജോ കെല്ലറിൻ്റെ മകനായിട്ടുള്ള ലാരിയെ പോലെ തന്നെ ആയിരുന്നു ആ മരിച്ചിട്ടുള്ള 21 പൈലറ്റ്സ് എന്നും. അതുകൊണ്ടാണ് ഇതിൻ്റെ ടൈറ്റിൽ വരുന്നത് ഓൾ മൈ സൺസ് എന്ന്. ആ മരിച്ചു പോയിട്ടുള്ള 21 പൈലറ്റ്സും ഈ ലാരിയും എല്ലാവരും കൂടെ ഓൾ മൈ സൺസ് എന്നുള്ളൊരു രീതിയിലാണ് ഇതിൻ്റെ ടൈറ്റിൽ വരുന്നിട്ടുള്ളത്. താങ്ക് യു.